എൻസിപിയിലെ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തോമസ് കെ തോമസ് 100 കോടി വാഗ്ദാനം ചെയ്തു, 2 MLA-മാരെ കൂറുമാറ്റാൻ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എൻസിപിക്കകത്ത് ഒരു ആഭ്യന്തര അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. MLA-മാരെ കൂറുമാറ്റാൻ 100 കോടി വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണത്തിൽ തോമസ് കെ തോമസ് MLA വെള്ള പൂശിക്കൊണ്ടാണ് എൻസിപിയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആരോപണത്തിന് പിന്നിൽ ആന്റണി രാജുവിന്റെ ഗൂഢാലോചനയാണെന്നാണ് തോമസ് കെ തോമസ് കമ്മീഷന് നൽകിയ മൊഴി. റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്ക് കൈമാറി. NCP അജിത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ MLA-മാരായ ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞിമോനും 100 കോടി രൂപ വീതം കുട്ടനാട് MLA തോമസ് കെ തോമസ് വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത്. ഇതുകൊണ്ടാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാത്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് NCP 4-അംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ 100 കോടി രൂപ വാഗ്ദാനം ചെയ്തതിന് തെളിവില്ല എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. തനിക്ക് പണം ഓഫർ ചെയ്തില്ല എന്ന് കോവൂർ കുഞ്ഞിമോൻ അന്വേഷണ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ആന്റണി രാജു കമ്മീഷനുമായി സഹകരിച്ചില്ല. ആന്റണി രാജുവിന്റെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് തോമസ് കെ തോമസ് കമ്മീഷന് നൽകിയ മൊഴി. കുട്ടനാട് സീറ്റിന്റെ പേരിൽ തന്നോടും സഹോദരൻ തോമസ് ചാണ്ടിയോടും ജനാധിപത്യ കേരള കോൺഗ്രസിന് വിരോധം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ആന്റണി രാജു ആരോപണം ഉന്നയിച്ചതെന്നാണ് തോമസ് കെ തോമസ് കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്. പാർട്ടി റിപ്പോർട്ട് ആയുധമാക്കി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള നീക്കമാണ് തോമസ് കെ തോമസും PC ചാക്കോയും ഇനി നടത്താൻ പോകുന്നത്. എന്നാൽ അവരുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിക്കാൻ സാധ്യതയില്ല. മീഡിയ 1 തിരുവനന്തപുരം.